ജാക്കി ചാൻ്റെ കരാട്ടെ കിഡ് ലെജൻസ് എന്ന് പറഞ്ഞ സിനിമ കാണാൻ വേണ്ടി വനിത സ്ക്രീൻ മുന്നിൽ വന്നിരിക്കുകയാണ്. കരാട്ടെ കിഡ് ലെജൻസ് ഡയറക്റ്റഡ് ബൈ ജോണത്തൻ എൻ വിസിൽ. ആളുടെ ഇതിന് മുന്നിലുള്ള സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ജാക്കി ചാൻ എന്നുള്ള ഒറ്റ മുഖം കണ്ടിട്ടാണ് ഈ സിനിമയ്ക്ക് പോയത്. വേറെ ഒന്നും എനിക്ക് വേണ്ട ഈ സിനിമ കാണാനായിട്ട്. കരാട്ടെ കിഡ് 1, 2, 3 ഒരു ആരാധകനാണ്. പക്ഷേ എനിക്ക് എൻ്റെ ഫേവററ്റ് കരാട്ടെ കിഡ് ഏത് മൂവിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊറ്റ ഉത്തരവുള്ളൂ, അത് നമ്മുടെ വിൽ സ്മിത്തിൻ്റെ മകൻ അഭിനയിച്ചിട്ടുള്ള ജാക്കി ചാൻ്റെ കൂടെയുള്ള കരാട്ടെ കിഡ്. അതാണ് എൻ്റെ ഫേവററ്റ്. കാരണം ആ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ കിട്ടിയ ഒരു ഹൈ ഉണ്ട്, അത് വേറെ തന്നെയായിരുന്നു. കുറേ ആളുകൾ ഇപ്പോൾ 90s കിഡ്സ് ആയിട്ടുള്ളവരും അതിന് മുന്നത്തവരൊക്കെ ചിലപ്പോൾ അത് എതിർത്ത് പറഞ്ഞേക്കാം. പക്ഷേ എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഫസ്റ്റ് 3 കരാട്ടെ കിഡ് ഇഷ്ടമാണ്, ക്ലാസിക് വൺസ്. പക്ഷെ എന്നാലും എൻ്റെ ഫേവററ്റ് ജെയ്ഡൻ സ്മിത്തിൻ്റെ കൂടെ ജാക്കി ചാൻ വന്ന കരാട്ടെ കിഡാണ്. ആ പാട്ടം ഒരു ഹൈ തന്നിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒരു സിനിമയ്ക്കും എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കരാട്ടെ കിഡ് മൂവി. ദ കരാട്ടെ കിഡ് എന്നായിരുന്നു അതിൻ്റെ പേര്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6th മൂവിയാണ് കരാട്ടെ കിഡ് ഫ്രാഞ്ചൈസിൻ്റെ. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു. അപ്പം ചിലവർ വിചാരിക്കും 5th അല്ലേന്ന്. അല്ല, കാരണം പറയാം. അതായത് ദ ഒറിജിനൽ OG കരാട്ടെ കിഡ് എന്നുള്ള സിനിമകൾ 1, 2, 3 ഉണ്ടായിരുന്നു. അതിനുശേഷം 2 കരാട്ടെ കിഡും കൂടി വന്ന് അതിലൊന്ന് ദ നെക്സ്റ്റ് കരാട്ടെ കിഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ വളരെ ഫേമസ് നടിയായ ഹിലാരി സ്വാങ്ക് അഭിനയിച്ചിട്ടുള്ള ഒരു കരാട്ടെ കിഡ് ഉണ്ട്. ടീനേജറായിട്ട് ഒരു പെൺകുട്ടിയെ ട്രെയിൻ ചെയ്യുന്നത്. നമ്മുടെ പഴയ ആശാൻ ഉണ്ടല്ലോ, ഒറിജിനൽ കരാട്ടെ കിഡിലെ ആശാൻ തന്നെ ഹിലരി സ്വാങ്ക് എന്നുള്ള നടീനെ ട്രെയിൻ ചെയ്യുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. അതാണ് നെക്സ്റ്റ് കരാട്ടെ കിഡ്. അതിനുശേഷമാണ് നമ്മുടെ വിൽ സ്മിത്തിൻ്റെ മോൻ ജെയ്ഡൻ സ്മിത്തിൻ്റെ കരാട്ടെ കിഡ് വരുന്നത്. അപ്പോൾ അത് ആക്ച്വലി 5ാമത്തെ പടമായിരുന്നു. ഇത് 6ാമത്തെ സിനിമയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടിരിക്കണോ ഇത് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടാൽ നല്ലതാണ്. അല്ലാതെ അതൊക്കെ കണ്ടാലേ ഇത് മനസ്സിലാവുള്ളൂ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇല്ല. ഇതിനകത്തുള്ള ചില ക്യാമിയോ പരിപാടികളും ചില ക്യാരക്ടേഴ്സിനെ നിങ്ങൾക്ക് ഇവരാരാണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കാണണം. അതുകൂടാതെ ഈ സിനിമയ്ക്ക് ഒരു മിഡ് ക്രെഡിറ്റ് സീനും കൂടി ഉണ്ട്. ആ സീനിൽ വരുന്ന ആളാരാണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സീരീസ് കൂടെ കാണണം. അപ്പോൾ സോർട്ട് ഓഫ് ലൈക്ക് സ്പോയിലറാണ്, പക്ഷേ അത് വലിയ കാര്യമൊന്നുമില്ല. കരാട്ടെ കിഡ് എന്നുള്ള പേരുള്ളപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ല ഇതുണ്ടാവും എന്നുള്ള. അപ്പോൾ കോബ്ര കൈ എന്ന് പറഞ്ഞ ഒരു സീരീസ് ഉണ്ട്. ആ സീരീസ് കണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യക്തി ആരാന്ന് മനസ്സിലാവും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും വലിയ കാര്യമുള്ള സംഭവങ്ങളൊന്നുമല്ല. കോബ്ര കൈ എന്നുള്ള സീരീസ് ഞാനും കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല ഇൻ ദ സെൻസ് 1-2 എപ്പിസോഡ് കണ്ടിട്ടുള്ളൂ. പക്ഷേ എന്നെ വലിയ ഇമ്പ്രസ് ചെയ്തില്ല. പിന്നെ സമയം കിട്ടാത്ത കാരണങ്ങളൊക്കെ കൊണ്ട് കാണാതെ പോയി. എന്തോ എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ കാണാതെ പോയത്. അത് തന്നെ 6 സീസൺ എന്തോ ഉണ്ട്. ഇത് ഇപ്പോഴും റണ്ണിങ് ആണെന്ന് തോന്നുന്നത്. എനിക്ക് വലിയ ഐഡിയ ഇല്ല അതിനെപ്പറ്റി. ഞാൻ അത് ഫോളോ ചെയ്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. അപ്പോൾ എന്തായാലും ഈ സിനിമ ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ട ഒരാൾക്ക് ഭയങ്കര രസമായിരിക്കാം. എന്നെ സംബന്ധിച്ചിട്ട് ഇത് ഈ ഫ്രാഞ്ചൈസിലെ കുഴപ്പമില്ലാത്ത ഒരു മൂവി എന്നുള്ള ഒരു ഫീൽ എനിക്ക് കിട്ടിയുള്ളൂ. നമ്മൾ എന്താണ് കാണാൻ ആഗ്രഹിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ഞാൻ ആഗ്രഹിച്ചത് ജാക്കി ചാനാണ്. അത് എനിക്ക് കിട്ടി. ജാക്കി ചാൻ ഇതിനകത്ത് ജാക്കി ചാൻ്റെ പ്രായത്തിനൊത്തുള്ള ഒരു റോളാണ് ചെയ്തിരിക്കുന്നത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തേക്കണം. അല്ലാതെ നമ്മുടെ ഇന്ത്യയിലുള്ള ജാക്കി ചാൻ്റെ ഏജ് ഉണ്ടായിട്ടും ഇപ്പോഴും മകളുടെ പ്രായമുള്ള നടിമാരുടെ കൂടെ മറ്റേ റൊമാൻസ് ചെയ്ത് കിടക്കുന്ന പരിപാടി സെറ്റപ്പ് അല്ല. ജാക്കി ചാനെ അങ്ങേരുടെ ആ ഏജിനൊത്ത റോള് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര രസമായിട്ടാണ് ഫീൽ ചെയ്തത്. ഭയങ്കര അടിപൊളിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാട്ടിൽ കാണുന്ന മറ്റേ അതിക്രമങ്ങളൊന്നും നമുക്ക് ഹോളിവുഡ് സിനിമയിൽ അങ്ങനെ കാണാൻ കിട്ടത്തില്ല. ഇപ്പോൾ ടോം ക്രൂസ് ആണെങ്കിൽ പോലും ആ ഒരു ഏജ് അവരൊരിക്കലും മറച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ ഞാൻ മറ്റേ ഭയങ്കര ചുള്ളനാണ് ഞാനിപ്പോഴും മറ്റേ ആ സെറ്റപ്പിൽ ഉള്ള രീതിയിലുള്ള റോള് കാണാൻ പറ്റില്ല നിങ്ങൾക്ക്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. നമ്മുടെ മറ്റേ ഇന്ത്യൻ താത്താവരാതം പോലെയല്ല, ഇന്ത്യൻ 2 താത്താവരാതം ഓർമ്മയുണ്ടല്ല. അതായത് മറ്റേ 100-ന് മുകളിൽ വയസ്സുള്ള താത്ത കാണിച്ചു കൂട്ടുന്ന അപരാധ സെറ്റപ്പല്ല ഇതിനകത്ത്. അത് താത്താവരാതം. ഇതങ്ങനെയല്ല. ഇതിനകത്ത് നമുക്ക് ഓൾറെഡി നമുക്ക് ജാക്കി ചാൻ എന്നുള്ള നടനെ അറിയാം. ജാക്കി ചാൻ എന്നുള്ള നടൻ്റെ ഏജ് എന്താണെന്നറിയാം. പുള്ളി എത്രത്തോളം ഫിറ്റാണ് ആ ഏജിൽ പോലും. പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു മാർഷൽ ആർട്ട് രീതിയിൽ ചെയ്യാൻ പറ്റുന്ന വയറ് കെട്ടി അല്ലാത്ത പരിപാടികളാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ താത്താവരാതം അല്ല ഇത്. അതാണ് മേജറായിട്ട് ഹോളിവുഡ് മൂവീസും അല്ലെങ്കിൽ ചൈനീസ് മൂവീസ് അല്ലെങ്കിൽ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയണത്. ഇന്ത്യയിൽ നമുക്ക് ഈ താത്താവരാതം കാണേണ്ടി വരും. അതല്ല, ആ സാധനം ഇവിടെ ഇല്ല. അത് തന്നെ വലിയൊരു ആശ്വാസമാണ്. പിന്നെ ഈ സിനിമയിൽ എനിക്ക് എന്തുകൊണ്ട് ഇതൊരു ശരാശരി അനുഭവത്തിലേക്ക്
തോന്നിപ്പോയി എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലീഷേ സ്റ്റോറിയാണ്. സെയിം ആ ഒരു പഴയ വീഞ്ഞിൻ ന്യൂ ബോട്ടിൽ ആ സാധനമാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന നടനൊക്കെ അടിപൊളിയായിട്ട് ഈ പയ്യൻ ബെൻ വാങ് കിഡുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവൻ്റെ ഫ്ലെക്സിബിലിറ്റി ഒക്കെ സമ്മതിച്ചിട്ടുള്ള അടിപൊളിയായിരുന്നു. പിന്നെ അതിനകത്തൊരു നടി കൂടി ഉണ്ട്, ആ കുട്ടിയുടെ പേരെനിക്കറിയില്ല, രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഹൈസ്കൂൾ ടീനേജ് കിഡ് റൊമാൻസ് പരിപാടി സംഭവങ്ങളൊക്കെയാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്, പഠിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ മാസ്റ്റർ തന്നേക്കാൾ ഒരുപാട് പ്രായം കുറഞ്ഞ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരാളിൽ നിന്ന് പോലും നമുക്കൊരു സ്കിൽ അറ്റൈൻ ചെയ്യാൻ പറ്റും ഇഫ് യു ആർ റെഡി ടു ഗിവ് അവേ യുവർ ഈഗോ എന്നുള്ള രീതിയിലുള്ള ഒരു സാധനം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഈ ചെറിയ ചെക്കൻ ഒരു അത്യാവശ്യം പ്രായം, അവൻ്റെ ഒരു അച്ഛൻ്റെ പ്രായമുള്ള ഒരാളെ ട്രെയിൻ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഇവൻ കുൻഫു ആണ് പഠിച്ചിരിക്കുന്നത്, മറ്റേ ആൾ ബോക്സിങ്ങും. പക്ഷേ ഇവൻ്റേതായ ശൈലിയിൽ അവൻ ബോക്സിങ്ങിൽ കുൻഫു ഇടകലർത്തിക്കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. അത് പൊള്ളിയായിരുന്നു, കിടിലനായിരുന്നു. അതായിരുന്നു ഈ സിനിമയിലെ ഏറ്റവും ഹൈലൈറ്റും എനിക്കിഷ്ടപ്പെട്ട് തോന്നിയ കാര്യം. പിന്നെ ഇതിലും എല്ലാ കാലഘട്ടത്തിലുള്ള പോലെ തന്നെ ഒരു സ്ഥിരം ടെംപ്ലേറ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ഇതിനകത്ത് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ വില്ലനാണ്. ആ ചെക്കനെ ഇങ്ങനെ മറ്റേ ഹാരി പോട്ടറിലെ മറ്റേ മാൽഫോയ് ഉണ്ടല്ലോ, ആ ചെക്കനെ പോലെ ഇങ്ങനെ ഫുൾ ടൈം കരുത്തി പിടിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഡ്രേക്കോ മാൽഫോയിനെ കാണുമ്പോൾ നമുക്ക് അവനുള്ള ദേഷ്യവും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും, അവൻ എന്തുകൊണ്ടാണ് ഇത്ര ദേഷ്യവും കാര്യങ്ങളൊക്കെ. ഇതങ്ങനെയല്ല, ഇത് ഇവൻ്റെ ബാക്ക് സ്റ്റോറി ഇല്ല, ഇവൻ എന്തുകൊണ്ട് ഇത്ര ദേഷ്യം ഒന്നുമില്ല. ഇവൻ്റെ ദേഷ്യത്തിൻ്റെ കാരണം തന്നെ നമുക്ക് ചിരി വരും, അങ്ങനത്തെ സെറ്റപ്പ് സാധനമൊക്കെയാണ്. പക്ഷേ ഇതൊന്നും ഈ സിനിമ കാണാതിരിക്കാനോ അല്ലെങ്കിൽ ഇത് തിയേറ്ററിൽ പോയി കാണാതിരിക്കാനുള്ള കാരണങ്ങളാവുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ഇത് കരാട്ടെ കിഡ് എന്നുള്ള ഫ്രാഞ്ചൈസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയുള്ള കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഇതൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ള മൂവിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും പൈസ നഷ്ടപ്പെട്ടു എന്നൊന്നും തോന്നാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഈ 200 രൂപ കൊടുത്ത് നിങ്ങൾ കണ്ടാലും ജാക്കി ചാനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ പൈസ മുതലാവും എന്നുള്ള ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്തു. എനിക്കങ്ങനെ ഫീൽ ചെയ്തത്. എനിക്കിത് ഒരിക്കലും തിയേറ്ററിൽ പോയി കണ്ടതിന് ഒരു നിരാശയോ അല്ലെങ്കിൽ എൻ്റെ പൈസ പോയിന്നോ അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയാണ്. ഞാനില്ല, എനിക്ക് തോന്നിയത് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും കൂടി ഇതിനകത്ത് പറയുന്നു എന്നേ ഉള്ളൂ. അതൊരിക്കലും ഞാനീ പറയുന്ന ഒരു കാരണവശാലും ഇതെല്ലാം മനസ്സിലെടുത്തിട്ട് അയ്യോ എന്നാൽ ഈ സിനിമ കാണാൻ പോകണ്ട അങ്ങനെ വിചാരിക്കരുത്. കാരണം തീർച്ചയായിട്ടും ഇത് ഒരു എൻജോയബിൾ മൂവിയാണ്. ഇപ്പം നിങ്ങളുടെ മക്കളൊന്നും ഇന്നേ വരെ ജാക്കി ചാൻ്റെ ഒരു പടം കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കരാട്ടെ കിഡിൻ്റെ സീരീസിലെ ഒരു സീരീസും അല്ലെങ്കിൽ സിനിമയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടേ കാണിച്ചാൽ അവർക്ക് ഭയങ്കര രസമായിരിക്കും. എനിക്ക് തോന്നിയത് ഇത് മെയിൻലി ഒരു കിഡ്സ് മൂവി എന്നുള്ള രീതിയിലാണ്, കിഡ് ഫ്രണ്ട്ലി മൂവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഒരു ബാലൻസ് ഉണ്ട്, എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. രസമായിരുന്നു, ഫണ്ണാണ് പടം. പക്ഷെ ഞാൻ പറയണത് എന്നോട് ഈ 6 സിനിമകളിൽ ഇതെങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നതിൻ്റെ ഒരു ഉത്തരവായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇത്രയും പറഞ്ഞത്. എന്നോട് ചോദിച്ചാൽ എൻ്റെ ഫേവറേറ്റ് മൂവി 5ാമത്തെ മൂവി, ഇതിന് തൊട്ട് മുന്നേ ഇറങ്ങിയ ജെയ്ഡൻ സ്മിത്ത് ജാക്കി ചാൻ അഭിനയിച്ച ദ കരാട്ടെ കിഡ് എന്നുള്ള മൂവിയാണ് എൻ്റെ ഫേവറേറ്റ്. അതിൽ മ്യൂസിക്, ട്രെയിനിങ് സീക്വൻസസ്, ഫൈറ്റ്, എൻഡിങ് ഒക്കെ വെറുതെ വിഷയമായിരുന്നു. ആ ഒരു ഹൈ എനിക്ക് ഈ സിനിമ കിട്ടിയില്ല എന്നുള്ളതാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ അപ്പോഴും ഞാൻ പറയാണ്, എന്നോട് ഒറ്റ ബാക്കി ചോദിക്കണം ഈ സിനിമ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു ഞാൻ പറയും, ഫണ്ണായിരുന്നു എന്ന് പറയും. പക്ഷേ സീരീസിൽ ഈ ഒരു 6 സിനിമയിൽ ഈ സിനിമ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരമാണ് ഇതിന് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ, അത്രേ ഉള്ളൂ. എന്തായാലും പടം ഇഷ്ടപ്പെട്ടു. പക്ഷേ യൂഷ്വൽ കരാട്ടെ കിഡിൻ്റെ ആ ഒരു ലെവലിലേക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പോസിറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ സിനിമയുടെ ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത് നൈസായിട്ടുണ്ട്. പിന്നെ ലൊക്കേഷൻ ന്യൂയോർക്ക് സിറ്റിയാണ് കാണിച്ചിരിക്കുന്നത്. അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഏറ്റവും വലിയൊരു സങ്കടം എനിക്കത് ഈ വീഡിയോയിൽ പറഞ്ഞേ പറ്റുള്ളൂ, ഈ സിനിമ ഫ്ലാറ്റ് റേഷ്യോ മൂവിയായിരുന്നു. ഐ സസ്പെക്ട് ഇറ്റ് ഇസ് 1.85:1 റേഷ്യോ മൂവി. ഇത് കാണേണ്ടതും ഇത് പ്രോപ്പറായിട്ട് സ്കെഡ്യൂൾ ചെയ്യേണ്ടത് എവിടെയാണെന്നറിയാവോ? നമ്മുടെ PVR PXL. അവിടെ ഈ സിനിമ PXL ഒരൊറ്റ ഷോ പോലും ഇട്ടിട്ടില്ല. ഞാൻ ഇന്നലെ ഈ സിനിമ കാണാതെ വെയിറ്റ് ചെയ്തിരുന്നത് PXL സ്കെഡ്യൂൾ ചെയ്യുമായിരിക്കുമെന്ന് വെച്ചിട്ടാണ്. എവിടെ? പണ്ടത്തെ ചെങ്ങരൻ ഇപ്പോഴും തെങ്ങുമ്പോൾ തന്നെ എന്ന് പറഞ്ഞ പോലെയാണ്. അവരുടെ തിയേറ്ററിൽ ഇടാൻ പാകത്തിലുള്ള ഒരു നല്ല കോണ്ടൻറ്റ് വന്നിട്ട് ഇപ്പോഴും അത് PXL ഇട്ടില്ല എന്നുള്ളതാണ്. എന്തോ ഭാഗ്യത്തിന് അവർ സാധാരണ ഫ്ലാറ്റ് സ്ക്രീനായിട്ടുള്ള സ്ക്രീൻ 6 ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളിത് മുഴുവനായിട്ട് ഫിറ്റായിരുന്നു കാണണമെന്നുണ്ടെങ്കിൽ PVR ഫോർമോൾ സ്ക്രീൻ 6 ഷോ അലോട്ട് ചെയ്തിട്ടുണ്ട്.
അവിടെ പോയി കാണുക. അതിന് വലിയൊരു നന്ദിയുണ്ട്. യൂഷ്വലി ഇവന്മാർ ചെയ്യുന്നത് സ്ക്രീൻ 6 ഫ്ലാറ്റ് ഉള്ളപ്പോൾ അവിടെ കൊണ്ട് സ്കോപ്പ് ഇടും, സ്ക്രീൻ 7 സ്കോപ്പ് റേഷ്യോ സ്ക്രീനിൽ കൊണ്ട് ഫ്ലാറ്റ് ഇടും. അങ്ങനെ ഒരുപാട് സിനിമ ഞാൻ കണ്ടിട്ട് എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട്. എന്തോ ഭാഗ്യം, നന്ദിയുണ്ട് എൻ്റെ പൊന്നു മക്കളെ. ഇത്തവണ കൊണ്ടുപോയി സ്ക്രീൻ 6 കറക്റ്റായിട്ട് ഫ്ലാറ്റ് മൂവി ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ പറയുകയാണ്, ഇത് ഇടേണ്ടിയിരുന്നതും കാണേണ്ടിയിരുന്നതും PXലായിരുന്നു. അതിനുവേണ്ടി ഞാൻ കാത്തിരുന്നത്, കിട്ടിയില്ല. ഇനിയെങ്കിലും ഒരു ഷോ ഇടലേ, അതാണ് എനിക്ക് പറയാം. ഞാനോ കണ്ടില്ല, മറ്റുള്ളവർക്കെങ്കിലും ആ അവസരം കിട്ടട്ടെ ഈ സിനിമ കാണാനുള്ള. ഞാനിത് കണ്ടത് വനിതയിലാണ്. അതുകൊണ്ട് തന്നെ സൗണ്ടിൻ്റെ കാര്യത്തിലും വിഷ്വലിൻ്റെ കാര്യത്തിലും നോ കംപ്ലയിൻസ്. കാരണം അതിന് വിഷ്വൽ ക്ലാരിറ്റി, അതിന് സൗണ്ടുമായിരുന്നു, കിടുമായിരുന്നു, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. സ്ക്രീൻ 1 കണ്ടത്, 1ഉം 3ഉം ആണ് എൻ്റെ ഫേവറേറ്റ് തിയേറ്റേഴ്സ് വനിതയിൽ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അത്യാവശ്യം ക്രൗഡും ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക്. ഞാൻ ഇത്ര ക്രൗഡ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ജാക്കി ചാൻ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർ എന്തായാലും ഉണ്ടായിരുന്നു. കാരണം എൻ്റെ സൈഡിൽ നിന്ന് വെച്ചത് ഒരു അമ്മയും അച്ഛനും മോളും ആയിട്ടുള്ള ഫാമിലിയാണ്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അച്ഛൻ ജാക്കി ചാൻ ഫാനാണ്, ഷുവറാണ്. പുള്ളിയുടെ ആ ഒരു ഇരുത്തവും സിനിമ കണ്ടതിൻ്റെ രീതിയും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, നമുക്ക് ഒരു ഫാനിനെ വേറൊരു ഫാനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് പറയില്ല. അതുപോലെ എൻ്റെ റൈറ്റ് സൈഡിലിരുന്ന് വെച്ചാൽ മച്ചാൻ കട്ട ഫാനായിരുന്നു. പുള്ളിയുടെ മുഖത്തുള്ള ആ ഒരു സന്തോഷം തന്നെ അടിപൊളിയായിരുന്നു. ജാക്കി ചാനെ കാണിച്ചപ്പോഴേക്കും ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോഴേക്കും ആളിങ്ങനെ നമ്മുടെ പെറിഫറൽ വിഷനിൽ നമുക്ക് കാണാമല്ലോ സൈഡിലേക്കുന്ന ആളുടെ ഒരു ചെറിയ റിയാക്ഷനെങ്കിലും. അപ്പോൾ ഞാൻ ഇങ്ങനെ നൈസായിട്ട് തിരിഞ്ഞ് നോക്കിയപ്പോഴേക്കും ആൾ സന്തോഷത്തോടെയാണ് ഈ സിനിമ കണ്ടത്. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടും ജാക്കി ചാനെ കാണാൻ കിട്ടുന്നതിൻ്റെ. പക്ഷേ ജാക്കി ചാൻ ഒരു പവർഫുൾ വേറെ ലെവലൊരു ആക്ഷൻ പടം നമ്മൾ കുറേ നാളായി ഇപ്പോൾ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. ഈ ഒരു സിനിമയുടെ ഇടയിൽ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് നമ്മുടെ റീലോഡ് മീഡിയയിലുള്ള എബിൻ സജസ്റ്റ് ചെയ്തൊരു പടം, അത് ഇതായിട്ടൊരു ബന്ധമൊന്നുമില്ല, പക്ഷെ പെട്ടെന്ന് ജാക്കി ചാൻ ഓർമ്മ വന്നുകൊണ്ട് ഞാൻ പറയുന്നതെന്നുള്ളൂ. ചൈനീസിൽ മാൻഡാറിയനിൽ ഒരു സിനിമയുണ്ട്, അത് നമ്മുടെ ആമസോൺ പ്രൈമിൽ ഇപ്പോൾ കിടപ്പുണ്ട്. ട്വൈലൈറ്റ് ഓഫ് ദ വാറിയേഴ്സ് വേൾഡ് എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്, കലക്കം പടമായിരുന്നു. അതുപോലെ തന്നെ ക്രിയേഷൻ ഓഫ് ദി ഗോഡ്സ്, ഇത് രണ്ടും എനിക്ക് എബിൻ പറഞ്ഞു തന്നിട്ടുള്ള സിനിമകളാണ്. ഞാൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ക്രിയേഷൻ ഓഫ് ദി ഗോഡ്സ് ചൈനീസ് മെത്തോളജിയെ ബേസ് ചെയ്തിട്ടാണ്, നമ്മുടെ ഫാൻറ്റസി എലമെൻസ് ഉള്ള ഫാൻറ്റസി ചിത്രമാണ്. അതിൻ്റെ പാർട്ട് 2 ഇക്കൊല്ലം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഐമാക്സ് വരാൻ വേണ്ടി ഞാൻ കാത്തുകെട്ടിയിരിക്കുകയാണ്. അതുപോലെ ഈ ഒരു ട്വൈലൈറ്റ് ഓഫ് ദി വാറിയേഴ്സ് വേൾഡിൻ കണ്ടു നോക്ക്, കലക്കം പടമാണ്, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്ക്. മറ്റേത് ഫാൻറ്റസി പടമാണ്, ഫാൻറ്റസി സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അത് കാണാം. ഈ ട്വൈലൈറ്റ് ഓഫ് ദി ഗോഡ്സ് മൊത്തം മിക്സ് ആയിപ്പോയില്ല. ട്വൈലൈറ്റ് ഓഫ് ദി വാറിയേഴ്സ് വേൾഡിൻ എന്നുള്ള സിനിമ പൂര ഇടിയാണ്, പൊളിയെന്ന് പറഞ്ഞാൽ കിടിലം പടമായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നേ ഉള്ളൂ. അതിനെപ്പറ്റിയുള്ള വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിച്ചിട്ടും വിട്ടുപോയി. എന്തായാലും ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് സിനിമകൾ പറഞ്ഞു തന്നിട്ട് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ ഇതിനു മുന്നേ വാക്ക് പറഞ്ഞത് മറന്നു പോവാണ്. എന്തായാലും അങ്ങനത്തെ ഒരു വീഡിയോ ഇടുക ഞാൻ എന്തായാലും. അവൻ പറഞ്ഞ കുറച്ച് റെക്കമെൻഡേഷൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി ഐ ലൈക്ക് ദിസ് മൂവി, ബട്ട് ഇറ്റ് ഡിഡ്ന്റ് കം അപ്പ് ടു ദ യൂഷ്വൽ കരാട്ടെ കിഡ് ഫ്രാഞ്ചൈസ് ക്വാളിറ്റി ഓഫ് മൂവീസ്, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ റാങ്കിങ് വൈസ് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദ കരാട്ടെ കിഡ് ആണ് എൻ്റെ ഫേവററ്റ് 5th പടം. അത് കഴിഞ്ഞാൽ 1, 2, 3, പിന്നെ നമ്മുടെ ആ പെൺകുട്ടി ഉള്ള ഹിലാരി സ്വാങ്കിൻ്റെ കരാട്ടെ കിഡ്, അത് ഇത്ര വലിയ ഇമ്പ്രസീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അത് പിന്നെ ഇത് അങ്ങനെയാണ് എനിക്ക് ഫീൽ, ഇത് പിന്നെ അത് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യണത്. അതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. മഴയൊക്കെയാണ്, സൂക്ഷിച്ചും കണ്ട് ഓരോ സ്ഥലത്തൊക്കെ പോവുക, വെള്ളമൊക്കെ കയറി അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ കെയർഫുൾ, അത്രേ ഉള്ളൂ. എന്തായാലും എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ബൈ ബൈ.